أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 10-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയത്തൻ ളിആഫൻ. ദുർബലരായ സന്താനങ്ങളെ അവരുടെ പുറകിലാക്കിയിട്ട് അവർ മരണപ്പെട്ട് പോകുമ്പോൾ അവരെക്കുറിച്ചുള്ള ഭയം അവരിലേക്ക് വരുന്നുവെങ്കിൽ ഖാഫു അലൈഹിം, അപ്പോൾ അവർ ഭയപ്പെടും അവരെപ്പറ്റി. അങ്ങനെ തങ്ങളുടെ സ്വന്തം മക്കളെക്കുറിച്ച് മരണപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് ഒന്നുമില്ലാതെ വരിക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ച് അവർ വിഷമിക്കുന്നു എങ്കിൽ അവർ അതുപോലെ സമൂഹത്തിൽ മറ്റ് കുട്ടികളും അല്ലെങ്കിൽ ദുർബലരായ ആളുകളുമുണ്ട് എന്ന കാര്യം അവർ മറന്നു പോകാതിരിക്കട്ടെ. ഫൽ യത്തഖുല്ലാഹ, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവർ അള്ളാഹുവിന് സൂക്ഷ്മത പാലിക്കുന്നവരായിരിക്കണമെന്നും വൽയഖൂലു ഖൗലൻ സദീദ, അവരോട് നല്ല വാക്ക് പറയുകയും ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ വിശദീകരണമായിട്ട് ഖലീഫത്തുള്ള പറയുന്നത്, ദിസ് വേഴ്സ് കംസ് ആസ് എ കൺസോളിഡേഷൻ ഓഫ് ദ പ്രീവിയസ് വേഴ്സ്. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ വചനത്തിൻ്റെ ഒരു ഏകീകരണം എന്ന നിലയിലാണ്, അതിനെ സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ വചനം. ഇൻ ദാറ്റ് വിച്ച് ദോസ് ഹൂ നോ ദാറ്റ് ദേ ആർ ഡൈയിങ്, അവർക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മരണം ആസന്നമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. നമ്മൾ ഒരു പക്ഷേ അത്രത്തോളം ബോധവാന്മാരല്ലെങ്കിലും ആ സംഭവം, ആ യാഥാർത്ഥ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലുള്ള എത്ര വലിയ ആളുകളെന്ന് പറയുന്നവർ, സാമ്പത്തിക ശേഷിയുള്ളവരായാലും ആരോഗ്യസ്ഥിതിയുള്ളവരായാലും, അതല്ല ദുർബലരാണെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും ഏതെല്ലാം രീതിയിലുള്ള ആളുകളാണെങ്കിലും അവരെല്ലാവരും ദാറ്റ് ദേ ആർ ഡൈയിങ്, അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, മരണത്തെ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല. ദെൻ ദേ ആൾസോ ഷുഡ് ബിയർ ഇൻ മൈൻഡ്, അപ്പോൾ അവരും മനസ്സിലാക്കിയിരിക്കണം ദാറ്റ് ആഫ്റ്റർ ദെയർ ഡെത്ത്സ്, അവരുടെ മരണശേഷം, ഇറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ, തീർച്ചയായിട്ടും സംഭവിക്കാവുന്നതാണ്, ദാറ്റ് only the direct inheritors shall be present. നമ്മുടെ നേരിട്ടുള്ള അനന്തരാവകാശികൾ മാത്രമായിരിക്കില്ല അവിടെ സന്നിഹിതരാകുന്നത് എന്നും, ഡ്യൂറിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർസ്, ഈ വസ്തുവകകൾ അല്ലെങ്കിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ധനം വിതരണം നടത്തുന്ന വേളയിൽ അവരുടെ യഥാർത്ഥ അനന്തരാവകാശികൾ മാത്രമായിരിക്കണമെന്നില്ല അവിടെ, ബട്ട് ആൾസോ അതർ പീപ്പിൾ, മറ്റാളുകളും അവിടെ ഉണ്ടാകാം. എയ്തർ നോട്ട് കണക്റ്റഡ് ബൈ ബ്ലഡ്
അത് രക്തബന്ധത്തിലൂടെ ചിലപ്പോൾ ബന്ധിതമായവരായിരിക്കണമെന്നില്ല. ഓർ ദോസ് ഹു ആർ ഡിസ്റ്റൻ്റ്ലി കണക്റ്റഡ് ബൈ ബ്ലഡ്, അല്ലെങ്കിൽ അകന്ന രക്തബന്ധത്തിൽപ്പെട്ടവരായിരിക്കാം. ഓർ അലയൻസ്, അല്ലെങ്കിൽ സ്നേഹിതരായിരിക്കാം. അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറിയിലായിട്ട് ആളുകൾ തീർച്ചയായിട്ടും അവിടെ സന്നിഹിതരാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മരണത്തെ സമീപിച്ചു കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഇത് സംബന്ധമായി നമ്മളൊന്ന് ചിന്തിക്കുന്ന, നമുക്ക് മരണം ഇതാ നമ്മെ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ സമ്പാദിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ധനങ്ങളൊക്കെ ഇതുപോലുള്ള ഡിസ്ട്രിബ്യൂഷനാണ് നടക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അനന്തരാവകാശികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ അടുത്തതും അകന്നതുമായ ബന്ധുക്കളെയും കൂട്ടുകാരെയും നിങ്ങളുമായിട്ട് ചങ്ങാത്തം പുലർത്തുന്നവരെയും കുറിച്ചുകൂടി നിങ്ങൾ ചിന്തിക്കണമെന്നുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുമ്പാകെ അല്ലാഹു തആല വെക്കുകയാണ്. ആസ് ഫോർ ദ ഗാർഡിയൻസ് ഓഫ് ഓർഫൻസ്, ഈ അനാഥരായ ആളുകളുടെ രക്ഷകർത്താക്കൾ എന്ന നിലയിൽ, ഹു ആർ ഓൺ ദ ഡെത്ത് ബെഡ്സ്, അങ്ങനെ അനാഥരായ ആളുകളുടെ സംരക്ഷകരായിട്ടുള്ള അവർ മരണശയ്യയിലാണെന്നിരിക്കട്ടെ, ദെൻ ദിസ് വേഴ്സ് ഈസ് എ വേക്കിംഗ് അപ്പ് കാൾ. അപ്പോൾ ഈ വചനം അവരെ ഉണർത്തുന്നതിനുള്ള ഒരു ക്ഷണമാണ്. ഫോർ ദം ടു മേക്ക് ഇനഫ് പ്രൊവിഷൻസ് ഫോർ ദെയർ പ്രൊട്ടജസ്, അവരുടെ ആശ്രിതർക്ക് അർഹമായ നിലയിലുള്ള സാധന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് അവർ ജാഗ്രത പുലർത്തണമെന്നും, ആസ് ദേ വുഡ് ഡു ഫോർ ദെയർ ബയോളജിക്കൽ ചിൽഡ്രൻ, അത് തങ്ങളുടെ രക്തബന്ധത്തിലൂടെയുള്ള കുട്ടികൾക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെയും അവരുടെയും ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അല്ലാഹു തആല നിങ്ങളുടെ സന്താനങ്ങൾക്കും അത്തരത്തിലുള്ള ഏറ്റവും ഉത്തമമായ ഒരവസ്ഥാവിശേഷം സംജാതമാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ രക്തബന്ധത്തിലൂടെയുള്ള കുട്ടികളുടെ ക്ഷേമത്തിനായി നിങ്ങൾ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ആശ്രിതരായിട്ടുള്ള ആളുകളുടെയും ക്ഷേമത്തിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. പേരൻസ് ആർ യൂഷ്വലി ആങ്ഷ്യസ് ടു സെറ്റ് എവറിത്തിങ് റൈറ്റ് ഫോർ ദെയർ ചിൽഡ്രൻ. രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഉത്കണ്ഠയുണ്ടായിരിക്കും. അവരുടെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പേരൻസ് ആർ യൂഷ്വലി ആങ്ഷ്യസ്, അവർ പലപ്പോഴും ഉത്കണ്ഠയുള്ളവരായിരിക്കും. ടു സെറ്റ് എവറിത്തിങ് റൈറ്റ് ഫോർ ദെയർ ചിൽഡ്രൻ, അവരുടെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കണം എന്നുള്ള ഒരു ചിന്ത. ബിഫോർ ദെയർ ഡെത്ത്സ്, അവരുടെ മരണത്തിന് മുൻപായിട്ട് തന്നെ അവരുടെ സന്താനങ്ങളുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കണമെന്ന് ഉണ്ടായിരിക്കണം. ഈവൻ ഇഫ് ദ ഓർഫൻസ് ഹാവ് ദെയർ ഓൺ പ്രോപ്പർട്ടീസ്, ഇനി അനാഥരായ ആളുകൾക്ക് അവരുടേതായ വസ്തുവകൾ ഉണ്ടെങ്കിൽ പോലും, വിച്ച് ഈസ് ആൾറെഡി ഇൻ ദ കെയർ ഓഫ് ദ ഡൈയിങ് ഗാർഡിയൻസ്, മരണത്തെ സമീപിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കളുടെ സംരക്ഷണയിലാണ് അവരുടെ ധനമെങ്കിലും. ബട്ട് ഇറ്റ് മേ ബി സോ ദാറ്റ് ഓർഫൻസ് ആർ കംപ്ലീറ്റ്ലി പെനിലെസ്. യഥാർത്ഥത്തിൽ ഈ അനാഥരായ ആളുകൾ, അവർക്ക് സമ്പത്ത് ഉണ്ടെങ്കിലും അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഈ അനാഥരായ ആളുകൾ പെനിലെസ്സാണ്, അതായത് ദരിദ്രരാണ്, നിർധനരാണ്. പണം ഉണ്ടെങ്കിലും അവരുടെ കയ്യിൽ അതില്ല. ആൻഡ് ഇറ്റ് വാസ് ഓൺലി ത്രൂ ദ ജനറോസിറ്റി ഓഫ് ദെയർ ഗാർഡിയൻസ്, അവരുടെ രക്ഷകർത്താക്കളുടെ ആ ഔദാര്യത കൊണ്ടാണ് ദാറ്റ് ദേ വെയർ ലിവിങ്, അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനാഥരായ, സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയാത്ത അത്തരത്തിലുള്ള ആളുകൾ, കുട്ടികൾ ഉണ്ടെങ്കിൽ, ബുദ്ധിമാന്യം സംഭവിച്ചവർ, കഴിവില്ലാത്തവർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയവർ, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ജീവിക്കുന്നത് അവരുടെ രക്ഷകർത്താക്കൾ എന്നുള്ള നിലയിൽ അവർ കാണിക്കുന്ന അവരുടെ ഔദാര്യം കൊണ്ടാണ് അവരൊക്കെ സമൂഹത്തിൽ നല്ലതുപോലെ ജീവിക്കുന്നത്. ദെയർഫോർ, അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മരണത്തെ സമീപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ജനറോസിറ്റി കൊണ്ടാണ് അവരൊക്കെ നല്ല നിലയിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ദെയർഫോർ ദീസ് ഗാർഡിയൻസ്, അതുകൊണ്ട് ഈ രക്ഷകർത്താക്കൾ, ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള രക്ഷകർത്താക്കൾ, നോയിങ് വെരി വെൽ ദാറ്റ് ദീസ് ഓർഫൻസ് ഡു നോട്ട് ഹാവ് എനിത്തിങ് ടു കാറ്റർ
for their needs after their guardian's death. അവരുടെ രക്ഷകർത്താക്കളായ തങ്ങളുടെ മരണശേഷം അവർക്ക് വേണ്ടതുപോലുള്ള ആഹാരവും വസ്തുവകകളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ ആരും ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് നല്ലതുപോലെ ബോധ്യമുണ്ടായിരിക്കും. നോയിങ് വെരി വെൽ that these orphans do not have anything to cater for their needs after their guardian's death. Therefore, Allah advises. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മരണശേഷം ഇത്തരത്തിലുള്ള ആളുകളുടെ സംരക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ പോകരുത്. അതുകൊണ്ടാണ് അള്ളാഹ് അഡ്വൈസസ് ദ ഗാർഡിയൻസ്, ഈ മേൽനോട്ടക്കാരെ, ഈ രക്ഷകർത്താക്കളെ ഉപദേശിക്കുന്നത് ടു മേക്ക് ഇനഫ് പ്രൊവിഷൻസ്, ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുക, വസ്തുവകകൾ നൽകുക. ഫോർ ദീസ് വാർഡ്സ്, ഈ തങ്ങളുടെ സംരക്ഷണയിലുള്ളവരുടെ സുഖജീവിതത്തിന്. ദേ വുഡ് ഡു ഫോർ ദെയർ ബയോളജിക്കൽ ചിൽഡ്രൻ, അത് തങ്ങളുടെ രക്തബന്ധത്തിലൂടെ ഉണ്ടായ സന്താനങ്ങൾക്ക് ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ ക്ഷേമത്തിനായിട്ടും നിങ്ങൾ ചെയ്യുക. ഈവൻ ദോ ബയോളജിക്കൽ ചിൽഡ്രൻ ഷെയർ ഈസ് മച്ച് മോർ ഡിഫറെൻറ്റ് ദാൻ ഫോർ ദ ഓർഫൻസ്. എന്നാൽ ഈ ഓർഫൻസ്, അനാഥരായ ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടാകാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബട്ട് ഇറ്റ് മസ്റ്റ് നോട്ട് ബി ദാറ്റ് ഓർഫൻസ് കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ഔട്ട് ടു ദ മേഴ്സി ഓഫ് ദിസ് ക്രൂയൽ വേൾഡ്. ഈ ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് കാരുണ്യത്തിൽ നിന്നും ഈ അനാഥരായവരെ ആട്ടി ഓടിക്കുന്ന നിലയിലുള്ള ഒരു പ്രവൃത്തിയും ഉണ്ടാകരുത്. കാരണം അവർക്ക് വേണ്ടുന്ന സംരക്ഷണം നിങ്ങൾ ഏർപ്പെടുത്തിയില്ല എങ്കിൽ ഈ ക്രൂവൽ വേൾഡ് എല്ലാ നിലയിലും വളരെ മൃഗീയമായ നിലയിലുള്ള ഒരു ലോകമാണ് ഇത്. മനുഷ്യത്വം എന്ന് പറയുന്നതില്ലാത്ത ഒരു ലോകം, സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞു പോയ ലോകം. ഇത്തരത്തിലുള്ള ഈ ലോകത്ത് അവരെ കാരുണ്യത്തിൽ നിന്നും ആട്ടി ഓടിക്കുന്ന ഒരവസ്ഥാവിശേഷം നിങ്ങളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകരുത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിരാലംബരായ ആളുകൾക്ക് ഉള്ള സംരക്ഷണത്തിൻ്റെ മുൻകരുതലുകൾ നിങ്ങൾ ഏർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ ഉത്തരവാദിത്വങ്ങളാണ് ഏൽപ്പിക്കുന്നത്. Therefore, they must act with തഖ്വ. അതുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് സൂക്ഷ്മത, അള്ളാഹുവിന് തഖ്വ എന്ന് പറഞ്ഞാൽ ഭയമാണ്, അള്ളാഹുവിനോടുള്ള ഭയം. ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി മൂലം എന്നെ പിടിച്ച് ശിക്ഷിക്കുമോ എന്നുള്ള ആ ഒരു ഭയമാണ് തഖ്വ. ദേ മസ്റ്റ് ആക്ട് വിത്ത് തഖ്വ. അതുകൊണ്ട് ആ ഭയത്തോടു കൂടിയായിരിക്കണം, ഉൾക്കിടിലത്തോടെ ആയിരിക്കണം ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ഡു ദ റൈറ്റ് തിങ്, ഈ ശരിയായ നടപടികൾ നിങ്ങൾ ചെയ്യുക. ബൈ കെയറിങ് ഫോർ ദ ഓർഫൻസ് നീഡ്സ്, ഈ അനാഥരായ ആളുകളുടെ സംരക്ഷണത്തിനാവശ്യമായിട്ടുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നിങ്ങൾ അത് നിറവേറ്റുക. ഈവൻ ആഫ്റ്റർ ദെയർ ഓൺ ഡെത്ത്സ്, അവരുടെ മരണശേഷവും, നമ്മുടെ ഓരോരുത്തരുടെയും മരണശേഷവും ഇത്തരത്തിലുള്ള നിരാലംബരായ അനാഥരായ തങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ കഴിയാത്ത ഇത്തരത്തിലുള്ള സമൂഹത്തിലെ ആളുകളുടെ, കുട്ടികളുടെ, പ്രായമായവരുടെ, സ്വയം കഴിവില്ലാത്തവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണമെന്നും അത് നിങ്ങൾ മരണത്തെ സമീപിക്കുമ്പോഴും നിങ്ങളുടെ അസാന്നിധ്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിലകൊള്ളുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന നിലയിൽ നിങ്ങൾ ഇഹലോകം വിട്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സമ്പൂർണമായ ഒരു ജീവിത സാഹചര്യം നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ അനാഥരും ഇത്തരത്തിലുള്ള ആളുകളുടെയും ദുആകൾ, അവരുടെ സന്തോഷങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഖബറുകളിലേക്ക് അത് എത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി വിശദീകരണവും അടുത്ത വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ജസാക്കുമുല്ലാഹ് ഹൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.